നാട്ടിലും വിദേശത്തും കൂടുതൽ തൊഴിൽ സാധ്യതകൾ ഉള്ളതിനാലാകണം കുട്ടികളിലേറെ പേരും ഇന്ന് തിരഞ്ഞെടുക്കുന്നത് നഴ്സിംഗ് മേഖലയാണ്. എന്നാൽ 10,000-ൽ താഴെ മാത്രമാണ് കേരളത്തിൽ നഴ്സിംഗിനുള്ള സീറ്റുകൾ. തെലങ്കാന, ആന്ധ്ര, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളെയാണ് ഏറെ പേരും ആശ്രയിക്കുന്നത്. നമ്മുടെ നാട്ടിലെ കൂടുതൽ കുട്ടികളും തിരഞ്ഞെടുക്കുന്നത് തമിഴ്നാട്ടിലെ നഴ്സിംഗ് കോളേജുകളെയാണ്. അയൽ സംസ്ഥാനമായതിനാലും നഴ്സിംഗ് പ്രവേശന പരീക്ഷ ഇല്ലാത്തതിനാലും ട്രെയിൻ, ബസ് സൗകര്യങ്ങൾ കൂടുതലുള്ളതുമാണ് കുട്ടികൾ തമിഴ്നാട് തിരഞ്ഞെടുക്കാൻ കാരണം. 360-ൽ പരം നഴ്സിംഗ് കോളേജുകളാണ് ഇവിടെ ഉള്ളത്. ഇവയിൽ നല്ലൊരു പങ്കും സ്വകാര്യ മേഖലയിലാണ്. +2 റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ മാതാപിതാക്കൾ കോളേജുകളിലെത്തി മുൻകൂർ പണം നൽകി നഴ്സിംഗ് പ്രവേശനം ഉറപ്പാക്കാറുണ്ട്. ഫെബ്രുവരി, മാർച്ച് മാസത്തിൽ തന്നെ പല കോളേജുകളിലും പ്രവേശനം തുടങ്ങി എന്നതാണ് സത്യം. തമിഴ്നാട്ടിലെ ഔദ്യോഗികമായ എല്ലാ നഴ്സിംഗ് കോളേജുകളും ഡോക്ടർ MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ നഴ്സിംഗ് അഡ്മിഷൻ എടുക്കുമ്പോൾ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നഴ്സിംഗ് കോളേജ് ഗവൺമെൻറ് അംഗീകൃതമാണോ? ഏത് യൂണിവേഴ്സിറ്റിയുമായിട്ടാണ് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത്? ഈ കോളേജിന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമുണ്ടോ? കേരളത്തിലെ എല്ലാ ബാങ്കുകളും വിദ്യാഭ്യാസ ലോണിനായി അപേക്ഷിക്കുമ്പോൾ മേൽപ്പറഞ്ഞ കാര്യങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ആവശ്യപ്പെടാറുണ്ട്. സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന തത്വം പോലെ +2 റിസൾട്ട് വരുന്നതിന് മുമ്പുള്ള കണ്ടീഷൻ ആയിരിക്കില്ല ഫലപ്രഖ്യാപനത്തിന് ശേഷം കോളേജുകൾ സ്വീകരിക്കുന്ന നിലപാട്. ആവശ്യക്കാർ വർദ്ധിക്കുമ്പോൾ കോളേജിൽ അടയ്ക്കേണ്ടുന്ന തുകയും അവർ വർദ്ധിപ്പിക്കുന്നു. മറ്റൊരു കാര്യം, പെൺകുട്ടികളെക്കാൾ കൂടുതലാണ് നഴ്സിംഗ് പഠനത്തിന് ആൺകുട്ടികൾക്കുള്ള ഫീസ്. പല നഴ്സിംഗ് കോളേജുകളും ആൺകുട്ടികളെ എടുക്കാറുമില്ല. അതിനവർ പറയുന്നത് പല കാര്യങ്ങളാണ്. ഒന്ന്, പഠനത്തിൽ ജാഗ്രതയില്ല. ചില പ്രതികൂലങ്ങളിൽ ട്രേഡ് യൂണിയനുകളിലുള്ളവരെ പോലെ പെരുമാറുന്നു. ഇങ്ങനെ ഒട്ടനവധി കാരണങ്ങൾ. തമിഴ്നാട്ടിലെ നഴ്സിംഗ് കോളേജുകളിൽ 65% ഗവൺമെൻറ് കൗൺസിലിംഗ് വഴിയുള്ള മെറിറ്റ് സീറ്റുകളാണ്. ബാക്കിയുള്ള 35% മാനേജ്മെൻറ്റ് സീറ്റുകൾ. സ്വകാര്യ മേഖലയിൽ BSc നഴ്സിംഗ് കോഴ്സിന് വലിയ തുക വേണ്ടിവരുന്ന ഈ കാലഘട്ടത്തിൽ തലവരി തുക വാങ്ങാതെ ഫീസ് മാത്രം ഈടാക്കുന്ന ഒരു നഴ്സിംഗ് കോളേജാണ് തൂത്തുക്കുടിയിലുള്ള സെൻറ് ആൻസ് സ്കൂൾ ആൻഡ് കോളേജ് ഓഫ് നഴ്സിംഗ്. ഈ സ്ഥാപനത്തിൽ ജനറൽ നഴ്സിംഗ് ആരംഭിച്ചിട്ട് 50 വർഷം തികയുകയാണ്. ഈ നഴ്സിംഗ് കോളേജിനോടനുബന്ധിച്ച് NABH അംഗീകാരമുള്ള സേക്രഡ് ഹാർട്ട് ഹോസ്പിറ്റലുമുണ്ട്. സെൻറ് ആൻഡ് സിസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിലുള്ള ഈ നഴ്സിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ ആനീസ് കുര്യനാണ്. അതെ, കുട്ടികൾക്ക് പഠിക്കാൻ നിരവധി ഹെൽത്ത് സയൻസ് കോഴ്സുകൾ മുന്നിലുണ്ടെങ്കിലും വിദേശത്ത് പോകാനുള്ള സാധ്യത കണക്കാക്കി ഏറെ പേരും നഴ്സിംഗ് ആണ് പഠനത്തിന് തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ചതിക്കുഴികൾ ധാരാളം ഉണ്ടാകുമെന്നും ശരിയായ പഠനവും അന്വേഷണവും നടത്തി ഉചിതമായ സെൻറ്ററുകൾ തിരഞ്ഞെടുക്കുവാൻ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും കഴിയട്ടെ.